നമുക്കിന്ന് ഗൂഗിളിൻ്റെ ജീബോർഡ് എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ഫോണിലെ ഏറ്റവും നല്ല കീബോർഡിനെ പരിചയപ്പെടാം. ചാറ്റ് GPT-യിൽ പോയി ഏറ്റവും നല്ല കീബോർഡ് ഏതാണെന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചാറ്റ് GPT കാണിച്ചു തരുന്നതിൽ ഒന്നാമത്തത് ജീബോർഡായിരിക്കും. ഇത് ഗൂഗിളിൻ്റെ തന്നെ സ്വന്തം കീബോർഡാണ്. നിങ്ങളുടെ ഫോണിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോയി ജീബോർഡ് എന്ന് നിങ്ങൾ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെയായി ജീബോർഡ് ദി ഗൂഗിൾ കീബോർഡ് എന്ന് കാണിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആവുകയും സെലക്ട് ഇൻപുട്ട് മെത്തേഡ് എന്നുള്ളതിൽ പോയി നിങ്ങളുടെ ഇപ്പോൾ കിടക്കുന്ന ആ കീബോർഡിനെ മാറ്റി നിങ്ങൾക്ക് ജീബോർഡിലേക്ക് മാറുന്നതിന് സാധിക്കും. ഇനി ഇത് നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റൊരു കീബോർഡാണെങ്കിൽ ചിലപ്പോൾ സാംസങ്ങിൻ്റെ ഫോണൊക്കെ ആണെങ്കിൽ അവരുടെ കീബോർഡ് മാറ്റുന്നതിനായിട്ടുള്ള സംവിധാനം ആ കീബോർഡിൽ ഉണ്ടാവില്ല. അത്തരം സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം ഈ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയി ഇവിടെ നിന്നും നമ്മുടെ സെർച്ചിൽ പോയി നിങ്ങൾ ജീബോർഡ് എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജീബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായി ഇതുപോലൊരു ഓപ്ഷൻ വരും. ആ ജീബോർഡ് എന്ന് എഴുതിയിരിക്കുന്നിടത്തായി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെയായി കാണാം ഇവിടെ സാംസങ് കീബോർഡാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾ എന്നുള്ളതിൻ്റെ ഇവിടെയായി ഡിഫാൾട്ട് കീബോർഡ് എന്നുള്ളത് ഇപ്പോൾ കാണിക്കുന്നത് സാംസങ്ങിൻ്റെ കീബോർഡാണ്. അപ്പോൾ ഈ സാംസങ് കീബോർഡ് എന്ന് കാണിക്കുന്നതിനെ നമ്മളിവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്കിതിനെ മാറ്റുവാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ താഴെയായി ചൂസ് ഇൻപുട്ട് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ വരുന്നു. നിങ്ങളിൽ അപ്പോൾ ആദ്യം കിടക്കുന്ന ഏതാണെന്ന് നോക്കുക, അതങ്ങ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സെറ്റിങ്സ് വച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇംഗ്ലീഷ് മലയാളം നോക്കി കാണിക്കുന്നത്. നിങ്ങളവിടെ ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് സ്വാഭാവികമായും നമ്മുടെ സാംസങ്ങിൻ്റെ കീബോർഡിൽ നിന്നും അല്ലെങ്കിൽ ഏത് കീബോർഡ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൽ നിങ്ങൾ ജീബോർഡിലേക്ക് വരുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തിന് നമുക്ക് ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷനിൽ പോയി ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സുകൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ നേരെ ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുന്നൊരു ഓപ്ഷനിലേക്ക് നമ്മളെ കീബോർഡ് ഇവിടെ വന്നിരിക്കുന്നതായി കാണാം. താഴെ നമുക്ക് ആ ജീബോർഡ് എന്നുള്ള ഗൂഗിളിൻ്റെ ആ ഒരു കീബോർഡ് വന്നിട്ടുണ്ട്. ഇതിലാദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലാംഗ്വേജുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു പൽചക്രത്തിൻ്റെ ഈ ഒരു എംബ്ലത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാംഗ്വേജസ് എന്നുള്ളൊരു ഓപ്ഷൻ ഏറ്റവും മുകളിലായി വന്നിരിക്കുന്നത് കാണാം. ഈ ലാംഗ്വേജസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഇന്ത്യയും മലയാളം ഇന്ത്യയും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യുന്നതിനായി ഇവിടെയായി കാണുന്ന ഈ ആഡ് കീബോർഡ് എന്നുള്ളത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെയായിട്ടുള്ള എല്ലാ ലാംഗ്വേജുകളും ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് അവിടെ നിങ്ങൾക്ക് സെലക്ട് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിലുള്ള ലാംഗ്വേജുകൾ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്തു. മലയാളം സെലക്ട് ചെയ്യുമ്പോൾ മലയാളത്തിൽ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, മലയാളം ABC ഉണ്ട്, അല്ലെങ്കിൽ മലയാളം നമുക്ക് കീവേഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേതാണെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മലയാളം ABC മാത്രമാണ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി സെലക്ട് ചെയ്യുക. നിങ്ങൾ ഹിന്ദിയാണ് വേണ്ടെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷ് ഇന്ത്യ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം എടുത്ത് തുറന്ന് നമ്മൾ ഡൺ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കീബോർഡുകൾ നമ്മൾ താഴെയായി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് പുറകിലേക്ക് വന്ന് വീണ്ടും നമുക്ക് ഇതിനകത്തായി പ്രിഫറൻസസ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി തൊട്ട് താഴെ കാണാം. അപ്പോൾ നമ്മുടെ ഏതൊക്കെ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടി ലാംഗ്വേജുകൾക്കുള്ള ഓപ്ഷനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് വെച്ചു. തുടർന്ന് നമ്മൾ പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെയായി ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്പർ റോ എന്നുള്ളതാണ്. നമ്മൾ ഏത് കീബോർഡ് ഉപയോഗിച്ചാലും നമുക്ക് പെട്ടെന്ന് നമ്പർ ടൈപ്പ് ചെയ്യുന്നതിനായി നമ്പർ റോ എന്നുള്ളത് ഏറ്റവും മുകളിൽ കാണിക്കുന്നതിനായി ഇതൊന്ന് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് തരണം. അപ്പോൾ നമ്പർ റോ ഓൺ ചെയ്താൽ അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് നമ്മളിവിടെയുള്ള ആ ഷോ ലാംഗ്വേജ് സ്വിച്ച് കീ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 2 ലാംഗ്വേജുകളായി എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ 3 ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ആ ലാംഗ്വേജുകൾ സ്വിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇതും ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻസായി വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് നമുക്ക് ഇതിൽ നിന്നും പുറകിലേക്ക് വന്ന് ഒന്നുകൂടി നമുക്ക് ആ തീം എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാം. ഈ തീമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കീബോർഡിൻ്റെ കളറുകളും മറ്റും മാറ്റുന്നതിനുള്ള ഓപ്ഷൻസാണ്. അതായത് നമുക്കിപ്പോൾ ആ കീബോർഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു കളറിലാണ് ഇപ്പോൾ കീബോർഡ് കിടക്കുന്നതെങ്കിൽ ഇത് മാറ്റുന്നതിനായി നമുക്ക് ഡയറക്റ്റ് ആ സെറ്റിങ്സിൽ നിന്നും ആ തീം എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു ബ്ലൂ കളറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ബ്ലൂ കളർ സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കീബോർഡിൻ്റെ കളറും നമുക്കിവിടെ മാറ്റുവാൻ സാധിക്കും. ഇപ്പോൾ കണ്ട ബ്ലൂ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലാംഗ്വേജുകൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കീ ഞാൻ സെലക്ട് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇവിടെയായി കാണുന്ന ഈ ഒരു സാധനത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലാംഗ്വേജുകൾ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് മാറ്റി ഇതൊന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിലേക്ക് ഇവിടെ നിന്നും ഇങ്ങനെ മാറ്റുവാൻ സാധിക്കും. അത് കാണാതെ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വിട്ടാൽ നമ്മുടെയുള്ള ലാംഗ്വേജുകൾ മാറി മാറി വരുന്നതുമാണ്. ഇതുപോലെ നമുക്ക് ക്ലിക്ക് ചെയ്തും ലാംഗ്വേജുകൾ മാറ്റുവാൻ സാധിക്കും.
അപ്പോൾ ഈ രീതിയിൽ ലാംഗ്വേജ് സ്വിച്ച് ചെയ്യുന്നതിനാണ് നേരത്തെ നമ്മളിവിടെ ഓൺ ചെയ്ത് വെച്ചത്. തുടർന്ന് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതേ കീബോർഡിൽ തന്നെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോയി നമ്മുടെ ടെക്സ്റ്റ് കറക്ഷൻ എന്നുള്ളത് ഓൺ ചെയ്ത് കിട്ടുക. ഇതിനകത്തായി സജക്ഷൻ്റെ ആ ഒരു സ്ട്രിപ്പ് മുകളിൽ കാണിക്കാനായി നിങ്ങളിത് ഓൺ ചെയ്ത് വയ്ക്കണം. അതായത് നെക്സ്റ്റ് വേർഡ് സജക്ഷൻ. നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ആപ്പിൾ എന്നാണ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ആ ആപ്പിളിൻ്റെയും അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അഡ്വാൻസായി കാണിച്ചു തരുന്നതിനായിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തിന് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ബാക്കിൽ പോകുന്നു. നമുക്കിതിനകത്തായി നമ്മൾ നേരത്തെ ചെയ്തതനുസരിച്ച് നമ്പർ റോ ഏറ്റവും മുകളിലായിട്ട് വന്നിട്ടുണ്ട്. 1 2 3 4 എന്നുള്ള മുകളിൽ കാണിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഒരു കീബോർഡിലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. കൂടാതെ വോയിസ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആ സെറ്റിങ്സിൽ തന്നെ വന്ന് തുടർന്ന് നമ്മൾ താഴേക്ക് വന്ന് ഈ വോയിസ് ടൈപ്പിംഗ് എന്നുള്ളതിലേക്ക് പോവുക. ഈ വോയിസ് ടൈപ്പിങ്ങിലേക്ക് പോയി ഇത് നമ്മൾ ഓൺ ചെയ്താൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും നിങ്ങൾ പറയുന്നത് ഈ കീബോർഡ് ടൈപ്പ് ചെയ്ത് തരും. വളരെ ഉപകാരപ്രദമായിട്ടൊരു ഫീച്ചറാണ്. പലപ്പോഴും നമ്മൾ കൈകൊണ്ട് ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും വളരെ വേഗത്തിൽ ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ വോയിസ് ടൈപ്പിംഗ് ഓൺ ചെയ്തിട്ട് തുടർന്ന് നമ്മൾ വീണ്ടും ആ കീബോർഡിലേക്ക് വന്നു. ഞാനിപ്പോൾ ഇവിടെയായി മലയാളത്തിലാണ് കിടക്കുന്നത്. ഞാൻ മലയാളം എടുത്ത് ഇവിടെയായി കാണുന്ന ഈ ഒരു വോയിസ് ടൈപ്പിങ്ങിൻ്റെ ഈ ഒരു എംബ്ലം നമുക്കിപ്പോൾ അഡീഷണലായി വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് കേൾക്കുകയും നമ്മൾക്കായി ഇവിടെ എഴുതി തരികയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ വളരെ വേഗത്തിൽ ചെയ്യുന്നതിനുള്ള ഈ ഒരു ഫീച്ചർ മിക്കവാറുമുള്ള കീബോർഡുകളിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ വോയിസ് ടൈപ്പിംഗ് നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോപ്പി ചെയ്ത് നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ കൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്യുന്നതിനായി സാധിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ വാട്സാപ്പിലാണെന്ന് പറയണമെങ്കിൽ വാട്സാപ്പിൽ അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പം നമുക്ക് അടുത്തായി നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പുറത്തേക്ക് വരുന്നു. തുടർന്ന് നമ്മുടെ ഈ കീബോർഡിൻ്റെതായി ഏറ്റവും ഇടത്തെ അറ്റത്തുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കുറേ അധികം കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ലേറ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് തീം ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷിലേക്ക് ആക്കി തരും. അല്ല നിങ്ങളിവിടെ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് നേരെ അപ്പോൾ തന്നെ മലയാളത്തിലാക്കി തരുന്നതിനുള്ള ഓപ്ഷൻ ഇവിടെയായി കാണുന്നതാണ്. നമുക്കിപ്പോൾ ഒരു വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്കൊരു ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മലയാളത്തിലേ അറിയാവൂ ഇംഗ്ലീഷിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മലയാളത്തിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇംഗ്ലീഷിലേക്ക് ടൈപ്പ് ചെയ്ത് തരികയും അതിനെ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇത് ട്രാൻസ്ലേറ്റർ ഇട്ടു, മലയാളം ടു ഇംഗ്ലീഷ് എന്നുള്ള എടുത്തു. ഞാൻ ഈ വോയിസ് ടൈപ്പിങ്ങിൽ ക്ലിക്ക് ചെയ്ത് ഹായ് നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾക്ക് കാണാം ഇവിടെയായി ഹായ് നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ളത് നമ്മുടെ ഈ ട്രാൻസ്ലേറ്റർ ഞാനിപ്പോൾ 2 ട്രാൻസ്ലേറ്റർ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇവിടെയായി നിങ്ങൾക്കത് ട്രാൻസ്ലേറ്റായി വരുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് തരികയും ഇവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് മാറ്റുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ട്രാൻസ്ലേറ്ററിൻ്റെ ഗുണം ഇതാണ്. ട്രാൻസ്ലേറ്റർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും അല്ലാതെ മറ്റുള്ള ലാംഗ്വേജുകളിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. അപ്പോൾ ട്രാൻസ്ലേറ്ററിൻ്റെ കേസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്കിനി ഈ കീബോർഡിലുള്ള മറ്റൊരു ഫീച്ചർ നോക്കാം. ഈ കീബോർഡിലുള്ള മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ സെറ്റിങ്സിൽ പോകുന്ന സമയത്തായി താഴെയായി ഡിക്ഷണറി എന്നൊരു ഓപ്ഷനുണ്ട്. ഈ ഡിക്ഷണറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറിയൊരു 1 2 കോഡിൽ നമുക്കൊരു കാര്യം പെട്ടെന്ന് ഒരിടത്ത് പേസ്റ്റ് ചെയ്യുന്നതിനായി സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഒരു വാട്സാപ്പോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ അത് നമുക്ക് വെറും 2 വാക്കടിച്ചാൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായി നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നിന്നും ഈ കീബോർഡിൻ്റെ ഡിക്ഷണറി എന്നുള്ള ഓപ്ഷനിലേക്ക് വന്ന് പേഴ്സണൽ ഡിക്ഷണറി എന്നുള്ളതിലേക്ക് പോയി ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ലാംഗ്വേജ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയായി മുകളിൽ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെയായി നിങ്ങളുടെ ഒരു വേർഡ് എന്താണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഞാനിപ്പോൾ അവിടെ വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ ഇപ്പോൾ ഹായ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ടൈപ്പ് ചെയ്തു. ഇതിന് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ SB എന്ന് മാത്രം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കുന്നു. തുടർന്ന് ഞാനിതിനിവിടെ അങ്ങ് സേവ് ചെയ്യുകയാണ്. ഞാൻ സേവ് ചെയ്യുന്നതിനായി ഇവിടെ താഴെയുള്ള നമ്മുടെ താണ്ടി ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിവിടെ അങ്ങ് സേവ് ആവുന്നതാണ്. ഞാനിവിടെ സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം ഞാനിതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഞാനിപ്പോൾ ആർക്കെങ്കിലും ഒരാളിന് അയക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഒരാളിലേക്ക് ടൈപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഒരാളിന് വാട്സാപ്പിൽ ഇപ്പോൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അത് ആ വാട്സാപ്പിൽ അയക്കുന്നതിനായി അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം അയക്കാം. അതിനായിട്ട് നമുക്കിപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്കൊന്ന് അയച്ചു കൊടുക്കാനായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ കീബോർഡിൽ വന്ന് ജസ്റ്റ് നമ്മൾ നേരത്തെ അടിച്ചിരിക്കുന്ന ആ ഷോർട്ട് കട്ട് മാത്രം മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കുക. SB എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് കാണാം. ഇവിടെ അതിൻ്റെ ഒരു സാധനം ഇവിടെ എഴുതി കാണിച്ചാൽ വന്നിരിക്കുന്നത് കാണാം.
അപ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം SB എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈപ്പ് ചെയ്ത സാധനം ഒറ്റയടിക്ക് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി പോകുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ ചെറിയ ചെറിയ ടെക്സ്റ്റുകളായി ഡിക്ഷണറിയിൽ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതിനുള്ള അടിപൊളി ഫീച്ചറും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ കീബോർഡിൻ്റെ കുറച്ച് ഫീച്ചറുകൾ മാത്രമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായി ചോദിക്കുക. അടിപൊളി ഒരു കീബോർഡാണ്. ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, ഉപയോഗിച്ച് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം ഫ്രണ്ട്സ്.